നമസ്കാരം. ജഗത് ജയപ്രകാശ് ആണ് ഇന്ന് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത് കാനഡയിലാണ്. ഇന്ത്യയിൽ ഇപ്പോൾ വളരെ ചൂടുപിടിച്ചൊരു ചർച്ച, പ്രത്യേകിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ പോസ്റ്റ് മാറ്റി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അമേരിക്ക ഇന്ത്യക്ക് വോട്ടിംഗ് ടേൺ ഔട്ട് $21 മില്യൺ കൊടുത്തിരുന്നു എന്നുള്ളത്. നമുക്കറിയാം ഇലോൺ മസ്കിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ പോസ്റ്റ് വരുന്നു. അത് ട്രംപിന്റെ പ്രസംഗത്തിൽ ഇന്ത്യക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വരുന്നു. ആക്ച്വലി ജഗത്ത്, ഇവിടെയുള്ള ആളുകൾക്ക് ഈ പ്രശ്നം എന്താണെന്ന് സത്യത്തിൽ മനസ്സിലായിട്ട് പോലുമില്ല. ഒരു ഇന്ത്യ പോലുള്ള രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരം വളരെ കോറായ ഒരു കാര്യമാണ് ഇന്ത്യയുടെ വോട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം അതിന് ഫണ്ടിങ് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇവിടുത്തെ ചർച്ചകൾ വരുന്നത്. ആക്ച്വലി എന്താണ് സംഗതി? എന്താണ് ഈ $21 മില്യൺ ഒരു കണക്ക്? എന്താണ് സംഭവം? ഇസ് ഇസ് ഇല്ലീഗൽ ഓർ ലീഗൽ? അതാണ് പ്രധാനമായൊരു ചോദ്യം കൂടി. പറയും. അതെ, ലീഗൽ ആണോ ഇല്ലീഗൽ ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നേ നമുക്ക് ഈ ട്രംപ് പറഞ്ഞ കോണ്ടക്സ്റ്റുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ട്രംപ് എത്ര പ്രാവശ്യം ഇതിനെപ്പറ്റി ഉന്നയിച്ചിട്ടുണ്ടോ, ഈ ആരോപണം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വസ്തുത എന്താണ്? ട്രംപ് ആദ്യം ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഫെബ്രുവരി 19 ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് $21 മില്യൺ ഇന്ത്യക്ക് അല്ലെ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെ ഇന്ത്യ ബേസ് ചെയ്തിട്ടായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെ ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ടോ എന്നല്ല, ഇന്ത്യക്ക് വേണ്ടി അല്ലെ ഇന്ത്യ ബേസ് ആയിട്ട് അല്ലെ ഇന്ത്യയിൽ വോട്ടർ ടേൺ ഓവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു കണക്കാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിനുശേഷം 20 മയാമിയിൽ വെച്ചും അദ്ദേഹം ഇതേ കണക്ക് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് റിപ്പബ്ലിക്കൻ ഗവർണേഴ്സിന്റെ ഒരു കോൺഫറൻസിൽ 21 ഫെബ്രുവരിയിൽ അന്ന് അദ്ദേഹം ഇത് പറഞ്ഞു. പിന്നെ ഫെബ്രുവരി 22 ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ട്രംപ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഒരു 4-5 പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പം ഞാനത് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു ബേസിസ് ഞാൻ നോക്കിയത്, ഇന്നലെ അദ്ദേഹം ഇവിടെ ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഒരു ആനുവൽ കോൺഫറൻസ് ഉണ്ട്, കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു ആനുവൽ കോൺഫറൻസ് ഉണ്ട്. അപ്പൊ അത് ഇപ്രാവശ്യം ഒരു വലിയ ഇവന്റ് ആയിട്ടാണ് നടന്നത്. ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. ആ ഇവന്റിന്റെ ഭാഗമായിട്ട് ട്രംപ് ഏകദേശം ഒരു 1 മണിക്കൂർ 15 മിനിറ്റ് നീണ്ടു നിന്ന ഒരു വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന പല ആക്ഷൻ പോയിന്റ്സ് ഇല്ല. ഉദാഹരണത്തിന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം പാലിക്കുന്നതെന്നും, പിന്നെ ഗവൺമെന്റിൽ നടക്കുന്ന ഇൻഎഫിഷ്യൻസിക്ക് അദ്ദേഹം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ അങ്ങനെ സംസാരിച്ച് പോയതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ എക്സാക്ട് വെർബാറ്റിം ഞാൻ ഇവിടെ നിന്ന് പറയാം. അത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? $18 മില്യൺ ഫോർ ഹെൽപ്പിംഗ് വിത്ത് India with elections. Why the hell? Why don't we just go to all paper ballots and let them help us with their elections, right? Voter's ID wouldn't be that nice. We are giving money to India for elections. They don't need money. They take the advantage of us. Pretty good high one. The highest tariff nation in the world, we try and sell something, they have 200% tariff and we are giving them a lot of money to help them with their election. ഇതാണ് അദ്ദേഹം ഇന്നലെ പ്രസംഗത്തിൽ. ഞാൻ ആ പ്രസംഗത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റ് എടുത്ത ശേഷം എക്സാക്ട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ അദ്ദേഹം സൂചിപ്പിച്ചു $18 മില്യൺ കൊടുത്തു എന്നാണ്. ഇതിനു മുന്നേ പറഞ്ഞത് $21 മില്യൺ കൊടുത്തു. അപ്പം അദ്ദേഹത്തിന് തന്നെ ഇതിന്റെ ആംബിഗ്വിറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു 21-ഉം 18-ഉമായിട്ട് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പണം കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക്. അല്ലെങ്കിൽ ഇന്ത്യയെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇലക്ഷന് ഇന്റർഫിയറൻസ് നടത്താൻ ആർക്കോ പണം കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ കൊടുത്തതാണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഉദാഹരണത്തിന് US ഫോറിൻ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യ, ബംഗ്ലാദേശ്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും US ഗവൺമെന്റ് എത്ര പൈസ ചെലവഴിച്ചു, ആർക്ക് കൊടുത്തു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് എടുക്കാൻ പറ്റും. ഞാൻ അതിനകത്ത് പോയ ശേഷം ഞാൻ പരിശോധിച്ചപ്പം അതിനകത്ത് സിവിക് ആൻഡ് വോട്ടേഴ്സ് റൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള ചില ഹെഡിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ, ഓപ്പൺ ഗവൺമെന്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷന് പൈസ കൈപ്പറ്റിയിട്ടുണ്ട്. US എയ്ഡിന്റെ ഭാഗമായിട്ട് അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലും പണം കൊടുത്തിട്ടുണ്ട്. അത് ഡെമോക്രസി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആണ് പൈസ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഓപ്പൺ ഗവൺമെന്റ് പാർട്ണർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ തപ്പി നോക്കിയപ്പോഴത്തേക്ക് അത് ഓപ്പൺ സൊസൈറ്റി എന്ന് പറയുന്ന സോറോസിന്റെ ഒരു അധീനതയിലുള്ള, അല്ലെ സോറോസ് ഫണ്ട് ചെയ്യുന്ന, സോറോസ് മാത്രമല്ല മറ്റു പല ആൾക്കാരും അതിനകത്ത് ഫണ്ട് ചെയ്യുന്ന ഒരു ഓപ്പൺ ഗവൺമെന്റ് പാർട്ണർഷിപ്പാണ്. അപ്പൊ ഈ ഓപ്പൺ ഗവൺമെന്റ് പാർട്ണർഷിപ്പിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യം സുതാര്യമാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അത് എങ്ങനെയാണ് സുതാര്യമാക്കുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പം
ഇലക്ഷൻ ഇന്റർഫിയറൻസ് നടത്തിയോ അല്ലെങ്കിൽ വോട്ടർ ടേൺ ഔട്ട് കൂട്ടിയോ ഒക്കെ ആയിരിക്കും അവർ ഇത് നടത്തുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഇനി ഫർദർ ഡീറ്റെയിൽസ് അന്വേഷിക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഇന്ത്യ ഗവൺമെന്റ് അന്വേഷിക്കണം, FCRA ഡീറ്റെയിൽസ് പരിശോധിക്കണം, പുറത്തുനിന്ന് ഫണ്ട് ഇവിടെ ആർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ ജോലിയാണ് അതെല്ലാം നോക്കേണ്ടത്. അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം 200 കണക്കിന് രാജ്യങ്ങളുണ്ട് അമേരിക്കയുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒരു ലിസ്റ്റ് പറഞ്ഞതിനകത്ത് ഇന്ത്യയുടെ കാര്യം അത് അദ്ദേഹം സൂചിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹം ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങളുടെ പേരൊന്നും നമുക്ക് എടുത്തു നോക്കാം. കൊളംബിയ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ എന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് $25 ബില്യൺ കൊടുത്തു. ഉഗാണ്ട, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച്, അതിനുവേണ്ടി $42 മില്യൺ. മൊസാംബിക്, മെഡിക്കൽ മെയിൽ സർക്കംസിഷൻസ് $10 മില്യൺ. സെർബിയ, ഇംപ്രൂവിംഗ് പബ്ലിക് പ്രൊക്യൂർമെന്റ് ആൻഡ് സോഷ്യൽ കൊഹീഷൻ $14 മില്യൺ. മോൾഡോവ, ഇൻക്ലൂസീവ് പൊളിറ്റിക്കൽ പ്രോസസ് $22 മില്യൺ. ബംഗ്ലാദേശ്, സ്ട്രെങ്തനിങ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് $29 മില്യൺ. അപ്പം ഈ സ്ട്രെങ്തനിങ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് എന്നുള്ള ഇതെന്ന് പറയുന്നത് അത് മനസ്സിലാക്കി വരുവാണെങ്കിൽ ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവും അവിടെ ഗവൺമെന്റ് ട്രാൻസ്പെറൻസി ഇല്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന് ലെസ് ഡെമോക്രാറ്റിക് ആണ്, അതിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ള ഒരു റെട്ടോറിക്കിന് വേണ്ടിയിട്ടാണ് ഈ പണം സ്പെൻഡ് ചെയ്തതെന്നായിരിക്കണം നമുക്ക് വിലയിരുത്താനായിട്ട്. പിന്നെ അതിനുശേഷം നേപ്പാളിൽ ബയോഡൈവേഴ്സിറ്റി കൂട്ടാൻ വേണ്ടി $19 മില്യൺ. കംബോഡിയയിൽ യൂത്ത് എന്റർപ്രൈസസ് ഡ്രിവൺ സ്കിൽസ് ഉണ്ടാക്കാൻ വേണ്ടി $9.7 മില്യൺ. ഗുവാട്ടിമാലയിൽ സെക്സ് ചേഞ്ച് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, എത്ര എമൗണ്ട് എന്ന് അറിയില്ല. ഇറാഖ്, സെസ്മി സ്ട്രീറ്റ് പ്രൊഡക്ഷൻ, അതെന്തോ ഒരു ബ്രോഡ്വേ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു കലാരൂപ ഇൻസ്റ്റലേറ്റോ എന്തിനു വേണ്ടിയിട്ട് കൊടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ പല ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സിനും പൈസ കൊടുത്തിട്ടുണ്ട്. HIV എയ്ഡ്സ് റിലീഫ്, ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, UNRWA, പാലസ്തീൻ എയ്ഡ്, പിന്നെ അതും കൂടാതെ തന്നെ അവരുടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടും പൈസ കൊടുത്തിട്ടുള്ളതായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ലോങ് ലിസ്റ്റ് ആണ്. ഈ ലിസ്റ്റ് ഞാൻ സൂചിപ്പിച്ചില്ലേ, അത് പല രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു, ആ കൂട്ടത്തിൽ ഇന്ത്യയിലും പണം വന്നിട്ടുണ്ട്, അല്ലെ ഇന്ത്യക്ക് വേണ്ടിയിട്ടും പണം ചെലവാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ആർക്കാണ് കിട്ടിയത്, അല്ലെ ഇത് ആർക്കാണ്, എങ്ങനെയാണ് ഇത് സ്പെൻഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കേണ്ടത് ഇന്ത്യൻ ഗവൺമെന്റ്, അല്ലെ ഈ പണം എവിടെ വന്നിട്ടുണ്ട്. അപ്പം ചില കോൺസ്പിറസി തിയറീസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇന്ത്യയിൽ വോട്ടർ ടേൺ ഔട്ട് കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള വോട്ടർ ടേൺ ഔട്ട് കൂട്ടണം നിർബന്ധമൊന്നുമില്ല. ഉദാഹരണത്തിന് ഈ ഇത്രയും പണം ഉണ്ടെന്നുണ്ട്, ഇപ്പൊ $20 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മില്യൺ ഒരു 7 കോടി രൂപ വരും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ 150 കോടി രൂപയോളം വന്നിട്ടുണ്ട്. ഒരു വർഷത്തെ കണക്കാണ് പറയുന്നത്, ഒരു വർഷം അതിന് മുന്നത്തെ വർഷങ്ങളിൽ വന്നു കാണാം. അപ്പൊ അത്രയും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയെ കൊണ്ടുവന്ന് വ്യാജ വോട്ടർ ID കാർഡ് എടുത്തിട്ട് അവര് ഇലക്ഷനകത്ത് വോട്ട് ചെയ്യാം. അങ്ങനെ വോട്ടർ ടേൺ ഔട്ട് കൂട്ടാൻ പറ്റും. അങ്ങനെയാണ് വോട്ടർ ടേൺ ഔട്ട് കൂട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വോട്ടർ ടേൺ ഔട്ട് കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ കള്ളവോട്ടിന് വേണ്ടിയിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. കള്ളവോട്ട് ചെയ്യുന്നവർക്കൊക്കെ പൈസ കൊടുക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ സെറ്റിംഗ്സ് ഉണ്ടെങ്കിലോ, ഇതൊക്കെ കോൺസ്പിറസി തിയറീസ് ആണ്. ഇങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാൻ പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇന്ത്യയിലെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്, ഇപ്പൊ ട്രംപ് 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെപ്പറ്റി ഒരു അന്വേഷണം ഉത്തരവിടാനോ ഒന്നും ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് അറിവില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അങ്ങനെ വല്ല ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ ഗവൺമെന്റ് നിലവിൽ ഇതുവരെ അങ്ങനെയുള്ള എന്തെങ്കിലും ലീഗൽ ആക്ഷൻസിനെ കുറിച്ചൊന്നുമില്ല. ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവിടെ യൂഷ്വലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട നിയമപരമായ സംവിധാനങ്ങളെ കിടക്കുന്ന പാർലമെന്റ് സ്തംഭിപ്പിക്കുക, ബഹളം വെക്കുക, ഇതൊക്കെയാണ് ഇവിടുത്തെ രീതി. ഇവിടെ പൊളിറ്റിക്സ് ആരും സംസാരിക്കാറില്ല, ബഹളം വെക്കലാണുള്ളത്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ലീഗൽ ആണോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. ഒന്ന്, അമേരിക്കയിൽ കൊടുക്കുന്നത് അമേരിക്കയുടെ ഫണ്ടുണ്ട്, അവർക്ക് കൃത്യമായി അതിനകത്ത് കണക്കുകളുണ്ട്, അത് പബ്ലിഷ്ഡ് ആണ് എന്നുള്ളതൊക്കെ അവരുടെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് മേടിക്കുന്നത്, അതായത് ഇന്ത്യ എയ്ഡ് മേടിക്കാറുണ്ട് പല വിധത്തിലുള്ള. ഇത് അങ്ങനെ എയ്ഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ജഗത്? ഇപ്പൊ ഏതെങ്കിലും ഇത് US സംബന്ധിച്ചിടത്തോളം US ഒരു അജണ്ട ബേസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഏത് രാജ്യത്ത് എന്ത് ചെയ്യണം എന്നുള്ള അവർക്ക് വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട്. അവർക്ക് ചില ഡെമോക്രസി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അവരുടെ തന്നെ പല ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് US. ഇപ്പം ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ഫോർഡ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി, ഇങ്ങനത്തുള്ള പല ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഏജൻസികൾക്കും US എയ്ഡിന്റെ ഭാഗമായിട്ട് ഫണ്ട് കിട്ടാറുണ്ട്. ആ ഏജൻസി ത്രൂ ആണ്, അതായത്
USAID എന്ന് പറയുന്ന ഏജൻസി എന്ന് പറയുന്നത് ഒരു ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്യുന്ന ഏജൻസിയാണ്. അപ്പൊ ആ ഏജൻസിക്ക് കിട്ടുന്ന ഒരു പ്രൊപ്പോസലോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഏജൻസിയുടെ പാർട്ട്നേഴ്സ് ഉണ്ട്, ഇംപ്ലിമെന്റിംഗ് പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇംപ്ലിമെന്റിംഗ് പാർട്ട്ണർ വഴിയാണ് അവർ എല്ലാ രാജ്യത്തും അവരുടെ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നത്. അപ്പൊ ഇന്ത്യയിലുള്ള ഇംപ്ലിമെന്റിംഗ് പാർട്ട്ണർ ആരാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ഗവൺമെന്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസിയാണ് ഇതുപോലെ സിവിക് ആൻഡ് ഡെമോക്രാറ്റിക് ആക്ഷൻസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ US എയ്ഡിന്റെ ഫണ്ടുകൾ കൈപ്പറ്റുന്നുണ്ട്. ഞാൻ അവരുടെ വെബ്സൈറ്റ് നോക്കിയ ശേഷം ഞാൻ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അല്ലെ ഒരു രാജ്യത്തെ ഏജൻസി വേറൊരു രാജ്യത്തിലോട്ട് പൈസ കൊണ്ടുവരുന്നു, അല്ലെ അത് എങ്ങനെ ആ പൈസ അയക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമാണ്. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ച് FCRA ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകൾ പരിശോധിക്കണം. ആരുടെയൊക്കെ അക്കൗണ്ടിലാണ് ഈ ഞാൻ മേൽപ്പറഞ്ഞ ഏജൻസികളോ അല്ലെന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ USAID ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫണ്ടുകൾക്ക് ഒരു 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 നമ്പർ ഉണ്ട്. അപ്പം ആക്ടിവിറ്റി ID ഉണ്ട്. എല്ലാ ആക്ടിവിറ്റിക്കും ഒരു ആക്ടിവിറ്റി ID ഉണ്ട്. അതിൽ ഒരു 211920 അങ്ങനെ ഒരു ആക്ടിവിറ്റി ID ഉണ്ട്. പിന്നെ അതിന് ആക്ടിവിറ്റി സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഉണ്ട്. പിന്നെ അതിനൊരു പ്രോജക്റ്റ് നമ്പർ ഉണ്ട്. അതിന്റെ ഒരു റീജൻ ഉണ്ട്. പിന്നെ ഇംപ്ലിമെന്റിംഗ് പാർട്ട്ണർ, അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ട്. പിന്നെ അത് ഏതാണ് രാജ്യം, ആരാണ് അതിന്റെ ഫണ്ട് ചെയ്യുന്നത്, ഫണ്ടിങ് ഏജൻസി US ആരാണ് ഫണ്ട് ചെയ്യുന്നത്, ഇംപ്ലിമെന്റിംഗ് പാർട്ട്ണർ ആണ്. ഇതൊക്കെ വെച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡേറ്റയാണ്, ആർക്കും പരിശോധിക്കാം. foreignassistance.gov എന്ന് പറഞ്ഞ് US സൈറ്റിലാണ് ഇതെല്ലാം ഉള്ളത്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു വലിയ മാപ്പ് പോലുണ്ട്. അതിന്റെ ഡാഷ്ബോർഡിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടും. പിന്നെ ഇത് US അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അത് അവര് ഒരു ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് അത് ചെയ്യുന്നത്. പിന്നെ USAID എന്നുള്ള ഏജൻസിയുടെ വെബ്സൈറ്റ് അവർ ഡൗൺ ചെയ്തേക്കാണ്. ഇപ്പൊ നമുക്ക് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ലഭ്യമല്ല. കാരണം USAID എന്നുള്ള ഓഫീസ് തന്നെ പൂട്ടിക്കെട്ടി മസ്ക്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുള്ള വിവരങ്ങൾ ഇപ്പൊ അവൈലബിൾ അല്ല. പിന്നെ ഇതൊന്നും അല്ലാതെ തന്നെ ഇനി വേറെ ഏതെങ്കിലും ഏജൻസി വഴി ഇന്ത്യയിൽ ഈ ഇലക്ഷൻ ഇന്റർഫിയറൻസിന് വേണ്ടി പണം കൊടുത്തിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് കിട്ടി, ഇപ്പൊ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ ട്രംപ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റാരെയോ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവഴിച്ചു. അപ്പൊ ആരാണ് മറ്റാര്? അപ്പം മോദിയാണ് ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ മറ്റൊരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പൊ മറ്റൊരാൾ ആരാണ്? മോദി അല്ലെങ്കിൽ ആരായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത്? അത് അപ്പം മോദിയുടെ ഒരു പ്രധാന പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഫണ്ട് US ചെലവഴിച്ചത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഈ പൈസ കിട്ടിയിട്ടുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ഈ പൈസ ഒരു ഇംപ്ലിമെന്റിംഗ് പാർട്ട്ണർ വഴി ഇന്ത്യയിൽ വോട്ടർ ടേൺ ഔട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് വല്ല കള്ള വോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശികൾ ഇവിടെ കണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാനോ ഇങ്ങനത്തെ കോൺസ്പിറസികൾക്ക് പിന്നിൽ എന്താണെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. കാരണം US സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ഡേറ്റയ്ക്കും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മസ്കും ചേർന്നിട്ട് ഇപ്പൊ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഡീപ് സ്റ്റേറ്റിന് തകർക്കുക എന്നുള്ളതാണ് ക്യാഷ് പട്ടേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള കവേർട്ട് ഓപ്പറേഷൻസും ഫണ്ടിങ്ങും എല്ലാം അദ്ദേഹം വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും ചിലപ്പം എന്തെങ്കിലും ഡേറ്റകൾ പുറത്തു വരും. നമ്മൾ US തരുന്ന ഡേറ്റ മാത്രം വെച്ച് നമ്മൾ റിലേ ചെയ്യരുത്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ അന്വേഷിക്കണം. പാർലമെന്റിനകത്ത് ബഹളം വെച്ചുകൊണ്ട് കാര്യമില്ല. ഏജൻസികൾ ഇന്ത്യയിലെ ഏതെങ്കിലും NIA അല്ലെന്നുണ്ടെങ്കിൽ CBI പോലുള്ള ഏതെങ്കിലും ഇന്റലിജൻസ് ബ്യൂറോ പോലുള്ള ഏതെങ്കിലും ബ്യൂറോകൾ ഗ്രൗണ്ട് ലെവലിൽ അന്വേഷിച്ച് ഇതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എന്താണ് സംഭവിച്ചത് കണ്ടുപിടിക്കും. ഇത് ജസ്റ്റ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും BJPയുടെ IT സെൽ ലീഡർ ആയിട്ടുള്ള അമിത് മാളവിയ ഈ ഡോജിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് ഇത് ആരാണ് ഫണ്ട് മേടിച്ചത് എന്ന ധ്വനിയിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ റൂളിംഗ് പാർട്ടിക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനെതിരെ സ്വാഭാവികമായും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അണിനിരന്നിട്ടുണ്ട്. BJPക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടി? കാര്യം അവർ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയാവുന്നതുപോലെ അമേരിക്കയും ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദം അത്രമേൽ ഡീപ്പാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ട്രംപ് അധികാരത്തിലെത്തിയത് ഈയിടെയാണ്. അതിനു മുൻപ് അധികാരത്തിൽ ഉണ്ടായിരുന്നയാൾ എങ്ങനെയായിരുന്നു എന്ന സംശയമുണ്ട്. മാത്രമല്ല 2000 ആദ്യം മുതൽ തന്നെ, അല്ലെ 2005, 6, 7, 8 കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം, പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് ഇതുപോലെ ഫോറിൻ മണി വരുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, ക്ലെയിമുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് വളരെ മുൻപ് തന്നെ എയറിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇപ്പൊ അതൊരു ട്രംപ് പറഞ്ഞപ്പോ ഒരു വലിയ വാർത്താ പിൻബലം ലഭിച്ചതാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്.
മുൻകാലത്തും വിദേശ ഫണ്ട് ഇന്ത്യയിൽ വരുന്നുണ്ടായിരുന്നു. അതിന് ശേഷം രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന കാലത്താണ് FCRA നിയമങ്ങൾ കടുപ്പിച്ചതും പിന്നീട് വിദേശത്തു നിന്നുള്ള പല ഏജൻസികളുടെ ഫണ്ടിങ് നിന്നുപോയി. ഗ്രീൻ പീസ് ഓർഗനൈസേഷൻ പോലുള്ള വലിയ വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ഇന്ത്യയിൽ പ്രവർത്തനം നിർത്തേണ്ടി വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വിദേശ ഫണ്ട് ഇവിടെ കൊണ്ടുവന്ന ശേഷം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു അവർ ഇംപ്ലിമെന്റിംഗ് പാർട്ട്നേഴ്സ് വഴിയാണ് ഇത് ഇന്ത്യയിൽ ചെലവഴിക്കുന്നത്. അപ്പൊ അവരുടെ ഇംപ്ലിമെന്റിംഗ് പാർട്ട്നേഴ്സ് അന്ന് ഗ്രീൻ പീസ് അല്ലെ മാക്സസെ ഫൗണ്ടേഷൻ പോലത്തെ ഉള്ള ഏജൻസികൾ ഇവിടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ട്രാൻസ്പെറൻസി ചെയ്യണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഡെമോക്രസിയെ കൂടുതൽ മികച്ചതാക്കണമെന്നോ ഒക്കെ ഉള്ള ചില ടെർമിനോളജികൾ ഉപയോഗിച്ച് അവർ അല്ലെ സിവിക് സെൻസ് ജനങ്ങളുടെ സിവിക് ആൻഡ് പൊളിറ്റിക്കൽ സെൻസ് കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇവർ ഈ പണം ഇവിടെ ചെലവഴിക്കുന്നത്. അപ്പൊ ആ പണം എങ്ങനെ ചെലവഴിക്കുന്നു, ആ മണി ട്രേസ് ചെയ്യേണ്ടത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ BJPയുടെ സ്പോക്സ് പേഴ്സൺ ട്വീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിനകത്തൊന്നും ഒരു കഥയും ഇല്ല. ജസ്റ്റ് ഇതായിട്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമാണ്. അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. കാരണം BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്, അവരുടെ മെക്കാനിസം ഉണ്ട്, അവർക്ക് പവർ ഉണ്ട്. ഇപ്പൊ ട്രംപ് ക്ലാസിഫൈ ചെയ്യുന്നില്ല ഡോക്യുമെന്റ്സ്, ആൾക്കാരെ ഒക്കെ ഫയർ ചെയ്യുന്നില്ലേ. ഇപ്പം ഈ ഇടയ്ക്ക് US നേവിയുടെ ചീഫ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പെർഫോമൻസ് മോശമാണെന്ന് പറഞ്ഞു. അതുപോലുള്ള ഡ്രാസ്റ്റിക്കലായിട്ടുള്ള സ്റ്റെപ്പുകൾ ഇവിടെ എടുക്കണം. പെർഫോം ചെയ്യാത്തവരെ ഫയർ തന്നെ ചെയ്യണം. ഞാൻ പറയുന്നു ഇന്ത്യയിൽ ഒരു ഡോജ് ഡിപ്പാർട്ട്മെന്റിന്റെ അത്യാവശ്യം ഇപ്പോൾ ഉണ്ട്. ആ ഡോജ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ത്യയുടെ ഡീപ് സ്റ്റേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇന്ത്യയിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു ഡീപ് സ്റ്റേറ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പൈസ കൈപ്പറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും ബ്യൂറോക്രാറ്റിക് നെക്സസ് ആയിരിക്കും ഈ പൈസ കൈപ്പറ്റിയിട്ടുണ്ടായിരിക്കുന്നത്. ആ ബ്യൂറോക്രാറ്റിക് നെക്സസിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ വോട്ടർ ടേൺ ഔട്ട് കൂട്ടുന്നത്. അതായത് പൊളിറ്റീഷ്യൻസ് വിചാരിച്ചാലൊന്നും വോട്ടർ ടേൺ ഔട്ട് കൂട്ടാൻ പറ്റത്തില്ല. ബ്യൂറോക്രാറ്റിക് പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ല അങ്ങനെ ഒരു ഡീപ് സ്റ്റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷണം നടത്തി ഇതാരാണ് ഈ പൈസ വാങ്ങിച്ചതെന്ന് കണ്ടെത്തണം. അല്ലാതെ ട്വീറ്റൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും ട്വീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. അപ്പം ഇതൊരു ഇംപ്ലിമെന്റിംഗ് പാർട്ട്നേഴ്സ് വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇംപ്ലിമെന്റിംഗ് പാർട്ട്നേഴ്സിന്റെ ഓരോ ലക്ഷ്യവും US ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യമാണ് US ഇംപ്ലിമെന്റിംഗ് പാർട്ട്നേഴ്സിന്. അപ്പൊ ആ US ഇംപ്ലിമെന്റിംഗ് പാർട്ട്നേഴ്സിന്റെ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഏജൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അന്വേഷിക്കണം. അവർക്ക് അവരുടെ അക്കൗണ്ടിലും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ അക്കൗണ്ടിലും എത്ര പണം വന്നിട്ടുണ്ടെന്നതിൽ വ്യക്തമായിട്ട് അന്വേഷിക്കണം. എങ്കിലും മാത്രമേ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ പൊതുജനങ്ങൾ വിചാരിക്കുന്ന വെച്ചാൽ ഇന്ത്യയിൽ ആർക്കോ പൈസ കിട്ടി, അല്ലെ ഇത്രയും 20 മില്യൺ അല്ലെ $18 മില്യൺ കിട്ടി. ഇന്ത്യയെ സംബന്ധിച്ച് 20 മില്യൺ 18 മില്യൺ ഒന്നും വലിയ എമൗണ്ട് ഒന്നുമല്ല. 100-150 കോടി എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇന്ത്യൻ ഇലക്ഷൻ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇലക്ഷൻ നടത്തുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരും. 150 കോടി ഒരു മൈനർ എമൗണ്ട് ആണ്, ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് ആണ്. ബട്ട് സ്റ്റിൽ 150 കോടി എന്ന് പറയുന്നത് ഇന്ത്യ പോലത്തുള്ള ഒരു ഡെവലപ്പിംഗ് നേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ട് ആണ്. അവിടെ വോട്ടർ ടേൺ ഔട്ട് ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ കോൺഫറൻസിന് വേണ്ടിയിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നേതാക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പോളണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ, അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മിലി, പിന്നെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയോ മെലോണി ഒരു വീഡിയോയ്ക്ക് ഒരു കോൺഫറൻസിനകത്തൂടെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ലോകത്തിന്റെ പല ഭാഗത്തുള്ള റൈറ്റ് വിങ് നേതാക്കൾ, ഉദാഹരണത്തിന് ബ്രിട്ടനിലെ നൈജൽ ഫരാജ്, പിന്നെ വോക്സ് പാർട്ടി സ്പെയിനിലെ അതിന്റെ പ്രസിഡന്റ്, പിന്നെ ബ്രസീൽ തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം US ബേസ് ചെയ്തിട്ട് അല്ലെ ട്രംപിന്റെ നേതൃത്വത്തിൽ ഹോൾ വേൾഡിൽ ഒരു കൺസർവേറ്റീവ് മൂവ്മെന്റിനെ ശക്തിപ്പെടുത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അത് ട്രംപിന് ഒറ്റയ്ക്ക് ഈ ഡീപ് സ്റ്റേറ്റിനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ലീനിങ് പൊളിറ്റിക്കൽ നെക്സസിനെ ട്രംപിന് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം ഒരു വലിയ ഒരു പോർമുഖം തുറന്നേക്കുന്നത്. അതിനകത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനായിട്ട് ലോകത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പൊളിറ്റിക്കൽ റൈറ്റ് വിങ് ആൾക്കാരും ഇന്ന് ചേരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മോദിയും ഇതിന്റെ ഈ ട്രംപുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ നോക്കിക്കാണ്ടത്. അതും ജോർജിയോ മെലോണി ഈ CPAC മൂവ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ലെഫ്റ്റിന് ഞങ്ങളെ ഇഷ്ടമല്ല, ട്രംപ് ജയിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ മോദിയും ട്രംപും ഫാർ റൈറ്റിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ആൾട്ട് റൈറ്റിന്റെ വ്യക്താക്കളാണ്. ഈ ലെഫ്റ്റ് ലീനിങ് പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഡീപ് സ്റ്റേറ്റുകളെ ഓവർ റൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് വേസ്റ്റ് സ്പെൻഡിങ് കുറയ്ക്കുക, ടാക്സേഷൻ പോലുള്ള പോളിസികളിനകത്ത് കുറച്ചുകൂടെ സുതാര്യമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്
ഈ സി പാക്ക് മൂവ്മെന്റിനകത്ത് അവര് ഉം. സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു. അത് US കാനഡയിലൊക്കെ നല്ല കവറേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അങ്ങനത്തെ ഉള്ള കവറേജ് ഒന്നും വരത്തില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മളിത് ക്ലോസ്ലി വാച്ച് ചെയ്യുക. ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെന്റ് ഡാറ്റ എടുക്കുക, അതിന്റെ ട്രേസ് ചെയ്യുക, ഇഡി പോലുള്ള ഏജൻസികളെ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇപ്പം ഇഡി പോലുള്ള ഏജൻസികൾക്കെതിരെ ഇപ്പം കുറച്ചധികം ആരോപണങ്ങൾ വരുന്നുണ്ട്. പൊളിറ്റിക്കലി വെപ്പണൈസ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പ്രതിപക്ഷ നേതാക്കളെ റെയ്ഡ് ചെയ്യുന്നു, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വാട്സ് ഓവർ. അത് റൂളിംഗ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആര് റെയ്ഡ് ചെയ്യണം ആര് റെയ്ഡ് ചെയ്യേണ്ടെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇതുപോലത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് നമ്മൾ നീഡ് ടു ബീറ്റ് അറൌണ്ട് ബുഷ്. നമ്മളത് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം. ആരാണ് ഇതിനകത്ത് ഈ പണം വാങ്ങിച്ചിട്ടുള്ളത്, അത് ആർക്ക് കിട്ടി, ആരാണ് ഇംപ്ലിമെന്റിംഗ് പാർട്ണർ, അവരുടെ ഡീറ്റെയിൽസ് എടുക്കുക. ഇതൊരു നാഷണൽ എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ച ശേഷം ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. കാരണം ഇലക്ഷൻ ഇന്റർഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ബേസ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെതിരെ വർക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും ജഗത് വളരെ വ്യക്തമാണ് പറഞ്ഞ കാര്യങ്ങൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ടേൺ ഓവർ കൂട്ടാൻ വേണ്ടി US പോലൊരു രാഷ്ട്രം പണം ഇറക്കി എന്ന് പറയുമ്പോൾ അതിനിടയിൽ എവിടെയോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് അതിനകത്ത് പണത്തിൽ എത്ര രൂപ വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്നതിനേക്കാൾ ഉപരിയായി പണം വന്നിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് വരുന്നുണ്ട്. ഏതായാലും ഇത് ഇന്ത്യയുടെ ഭരണപക്ഷി ആയിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ ഈ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണത്തിന് തയ്യാറാവണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം കേവലം പാർലമെന്റ് ബഹിഷ്കരിച്ചത് കൊണ്ടോ കുറേയധികം ബഹളം വെച്ചത് കൊണ്ടോ ഇത് പൊതുജന മധ്യം കുറച്ച് ഡ്രാമ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാവില്ല. മറിച്ച് ഇത് നമുക്ക് നല്ല എലിജിബിൾ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള അന്വേഷണ ഏജൻസികളുണ്ട്, അവരെ വെച്ച് അന്വേഷിച്ച് ഇത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നുണ്ടോ, അത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണെന്ന് കാണിക്കാനെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഭരണപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ. ഒരുപാട് നന്ദി ജഗത്. താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് ഇതിൽ കൂടുതൽ തെളിവുകളൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. അത്രയ്ക്ക് ചൂടുപിടിച്ച ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.